വെല്ലപ്പാറ റെയിൽവേ ലൈവായിട്ട് കണ്ടത് ബസ് വന്നിട്ട് നേരെ ഗേറ്റിന് പോയിട്ട് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും കമ്പും കാര്യങ്ങളൊക്കെ വളർന്ന് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 2 ആഴ്ച 3 ആഴ്ച മുന്നേ ഒരു ഓട്ടോറിക്ഷ നല്ല ഫൈൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ ബസ്സെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ചിലവുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ഗേറ്റ് അടക്കാൻ നേരത്ത് വണ്ടികളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് നല്ല പെറ്റി അടിക്കുന്നുണ്ട്. ഇത് നേരാക്കി കൊടുക്കും വേണം. ഇപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നേരെ നമ്മൾ ഫുൾ ചിലവ് നടക്കേണ്ട ഫുൾ ചിലവിലേക്ക് ഒരു ഗേറ്റ് വെക്കേണ്ട ഒരു നോക്കണം നല്ലൊരു ഫൈനും കിട്ടുന്ന കേട്ടില്ല. അപ്പോൾ എന്തായാലും ഗേറ്റ് അടക്കാൻ നേരത്ത് വണ്ടികളൊക്കെ സ്പീഡ് പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഓണടിച്ച് പോകുമല്ലോ. അതൊന്ന് സൂക്ഷിച്ചോ. നല്ല ഫൈൻ. അതിൻ്റെ ഉള്ളിൽ ടൈം പിടിക്കുന്നില്ല. ഗേറ്റ് അടക്കാൻ നേരത്തെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി നേരെ ഫോട്ടോ എടുത്ത് അയക്കും. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കയറി പോലീസുമാരല്ല അതിൻ്റെ ഫൈൻ. എന്തായാലും അടച്ചില്ലെങ്കിൽ വണ്ടിയോ പലതും പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും സൂക്ഷിച്ചിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഇടാൻ കാര്യം. ഇപ്പം ഇയാളെന്തൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അറിയില്ല. എന്തായാലും സൂക്ഷിക്കാൻ. വണ്ടി ഉണ്ടെങ്കിൽ സ്പീഡ് പോകുമ്പോൾ ഗേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു അല്പസമയം എന്തായാലും 5 മിനിറ്റൊക്കെ നമ്മൾ പോസ്റ്റ് ആവുള്ളൂ. 5 മിനിറ്റ് പോസ്റ്റ് ആയാലും 5 മിനിറ്റിന് 50,000 കണ്ടാതിരിക്കുക. എന്തായാലും ഓട്ടോറിക്ഷയ്ക്ക് 57-60 വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ബസ്സിന് എന്തായാലും ലക്ഷങ്ങളുണ്ടാവും. എത്ര കറക്റ്റ് അറിയില്ല. ഫുൾ ആൾക്കാർ കൂടിയിരുന്നിട്ട് പട്ടാമ്പി വെച്ച് എങ്ങനെ വെല്ലപ്പം വെച്ചാൽ അത്ര ആൾക്കാർ കൂടിയിരുന്നു. ഫുൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ബ്ലോക്കായിരുന്നു. ഈ പറഞ്ഞ ഞാനടക്കം കുറച്ച് നേരം ബ്ലോക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നേരാക്കിക്കൊണ്ടിരിക്കാൻ എന്തായാലും ഇന്ന് ഗേറ്റ് അടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വരുന്ന റൂട്ടുകളും കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് പട്ടാമ്പി പോകുന്ന ആൾക്കാരാണെങ്കിൽ ചെപ്പശ്ശേരി വഴി അങ്ങനെ തിരിഞ്ഞു പോകേണ്ടി വരും. എന്തായാലും നോക്കാം കേട്ടോ. ഗേറ്റ് അടക്കമല്ലേ തീരുമാനമായിട്ടില്ല.